ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തിന് അതിരാവിലെ എഴുന്നേൽക്കണം എന്നൊരു വീഡിയോ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ താഴെ ഒരുപാട് പ്രതികരണങ്ങൾ വന്നു. ധാരാളം പേരത് കാണുകയും ചെയ്തു. അതിൻ്റെ താഴെ ചിലർ ഇട്ടിരിക്കുന്ന കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും കൊതിയായിട്ടോ. അതായത് അവർ അതിരാവിലെ തന്നെ എഴുന്നേൽക്കുന്നു. അങ്ങനെ അതിരാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് അവർക്ക് ധാരാളം സമയം കിട്ടുന്നു. ആ സമയത്ത് അവരിങ്ങനെ പല കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്നു. കുറേ പേർക്കെങ്കിലും അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ജീവിതം സാധ്യമാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല, ഡിസിപ്ലിൻ. ജീവിത വിജയത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് ഈ ഡിസിപ്ലിൻ. പക്ഷേ ഡിസിപ്ലിൻ പലപ്പോഴും ഒരു നെഗറ്റീവ് ചിന്തകളാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. എ സെറ്റ് ഓഫ് റൂൾസ്, കുറേ നിയമങ്ങൾ, അത് അനുസരിക്കാതിരുന്നാൽ ശിക്ഷ, ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മളിൽ ഉണ്ടാവുക. പുറമേ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ അതിനെ കാണുന്നു. പണ്ട് സ്കൂളിലൊക്കെ ഈ കോമ്പോസിഷൻ എഴുതാനായിട്ട് സ്ഥിരം തന്നിരുന്ന ഒരു ടോപ്പിക്കാണ് അച്ചടക്കം. വെള്ളിയാഴ്ച ദിവസം തോറും ഒരു സാഹിത്യ സമാജം എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി അതിൽ അധ്യക്ഷത വഹിക്കും, ചിലർ അതിൽ പ്രസംഗിക്കും. അപ്പോൾ പ്രസംഗിക്കാനും പലപ്പോഴും തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്കാണ് ഈ അച്ചടക്കം. എന്നിട്ട് നമ്മൾ അച്ചടക്കത്തെക്കുറിച്ച് വളരെ മെക്കാനിക്കലായിട്ട് ഇങ്ങനെ സംസാരിക്കും. എല്ലാവർക്കും വേണ്ട ഒരു ഗുണമാണ് അച്ചടക്കം, അച്ചടക്കമില്ലെങ്കിൽ ജീവിതാവതാളത്തിലാകും, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസംഗിക്കും. അപ്പോൾ ശരിയായിട്ട് എന്താണ് ഡിസിപ്ലിൻ എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. അത് പുറമേയുള്ളൊരു സാധനമല്ല, അത് ഇൻറ്റേർണലായിട്ട് നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ഈ ഡിസിപ്ലിൻ. പലപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ളൊരു ബോധവും നമുക്ക് ഉണ്ടാകാറില്ല. അത് പുറമേ നിന്ന് ആരോ അടിച്ചേൽപ്പിക്കുന്ന ഒന്നായിട്ട് നമ്മൾ കരുതുന്നു. തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഡിസിപ്ലിൻ്റെ അടിസ്ഥാനം. ബ്രെയിനിൻ്റെ 3 ഭാഗങ്ങളാണ് ഈ ഡിസിപ്ലിനിൽ പ്രധാന പങ്കുവഹിക്കുന്നത്. ഒന്ന് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും, PFC. നമ്മുടെ ഡിസിപ്ലിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അതാണ്. ഡിസിപ്ലിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്ലാനിങ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ട തീരുമാനങ്ങൾ എടുക്കുക. ഈ PFC ആണ് പ്ലാനിങ്ങിനും തീരുമാനങ്ങളും എടുക്കുന്നതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഭാഗം. ഇനി അടുത്തതാണ് സ്ട്രൈറ്റം എന്ന് പറയും. PFC പ്ലാനിങ്ങിനെ തീരുമാനം എടുക്കുന്നതിന് സഹായിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പതിവായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനെ നമ്മൾ ഹാബിറ്റ് എന്ന് പറയും. അപ്പോൾ സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാബിറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ബ്രെയിനിനകത്തുള്ള ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു കാര്യം ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാനായിട്ട് നമുക്ക് വലിയ എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. PFC അങ്ങനെയല്ല. PFCയിൽ ചിന്തിക്കാനും തീരുമാനം എടുക്കാനും നമ്മൾ എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും. സ്ട്രേറ്റം നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇത് രണ്ടുമാണ് ഡിസിപ്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ. തലച്ചോറിൻ്റെ വേറൊരു ഭാഗവും കൂടി ഈ ഡിസിപ്ലിൻ പ്രോസസ്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ അമിഗ്ഡല എന്ന് പറയും. ഈ ഇമോഷൻസ്, വികാരങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ, ഇതെല്ലാം അമിഗ്ഡലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കൊരാളോട് ദേഷ്യം വരുമ്പോൾ അമിഗ്ഡല ആക്ടിവേറ്റ് ചെയ്യും. പെട്ടെന്ന് നമ്മൾ റെസ്പോൺസിലേക്ക് കിടക്കും, അല്ലേ? അവിടെ വീണ്ടും വിചാരമൊന്നും ഉണ്ടാവില്ല. സ്റ്റിമുലസ് റെസ്പോൺസ് എന്നൊക്കെ പറയും അതിന്. പേടി വരുമ്പോൾ നമ്മുടെ റെസ്പോൺസ് ഇല്ലേ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ തീരുമാനം എടുത്ത് നടപ്പിലാക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് നമ്മൾ പല കാര്യങ്ങളോടും ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യില്ലേ, അതെല്ലാം അമിഗ്ഡലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഡിസിപ്ലിൻ പ്രോസസ്സിനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കുന്നത് ഈ അമിഗ്ഡലയാണ്. നമ്മൾ PFCയിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങൾ ചിന്തിക്കും, തീരുമാനങ്ങൾ എടുക്കും. എന്നിട്ട് എന്തുകൊണ്ട് നടപ്പിലാകുന്നില്ല? അമിഗ്ഡലയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ചുറ്റുപാടിൽ നിന്ന് വരുന്ന കുറേ സ്റ്റിമുലസ്, ഡിസ്ട്രാക്ഷൻസ്, ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി പലരും നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, വാങ്ങാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലിസ്റ്റിലില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ കാണുന്നു. ഡിസിപ്ലിൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് വേണ്ടാന്ന് വെക്കേണ്ടി വരും. എൻ്റെ പേരക്കുട്ടി നിയാമോളയും കൊണ്ട് ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകും. അപ്പോൾ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ പല സാധനങ്ങൾ കണ്ടു കഴിയുമ്പോഴേ ലിസ്റ്റെല്ലാം ഉപേക്ഷിക്കും. അവിടെ വളരെ അട്രാക്റ്റീവായിട്ട് കാണുന്ന കാര്യങ്ങളിലേക്ക് അവളുടെ ശ്രദ്ധ മാറും. ഈ കാര്യങ്ങളോടൊക്കെ നോ പറഞ്ഞാലേ ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പലപ്പോഴും ഒന്നും നടക്കില്ല. PFC പെട്ടെന്ന് ക്ഷീണിക്കും. ഒരുപാട് കാര്യങ്ങളോട് നോ പറഞ്ഞ് അങ്ങനെ നിൽക്കാനുള്ള കപ്പാസിറ്റി അതിനില്ല. അമിഗ്ഡല വളരെ പവർഫുൾ ആവും. അമിഗ്ഡലയുടെ ആക്ടിവേഷൻ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. ഇതാണ് പാവം മനുഷ്യർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡിസിപ്ലിൻഡ് ആകണമെന്നുണ്ടെങ്കിൽ
നമ്മൾ 5 കാര്യങ്ങൾ ചെയ്താൽ മതി. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് നല്ല സ്ട്രോങ് ആക്കാൻ പറ്റും. അമിഗ്ഡല ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളില്ലേ, അതിന് സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റും. നമുക്കെല്ലാവർക്കും ആഗ്രഹം ഡിസിപ്ലിൻഡ് ആകണമെന്ന് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 5 കാര്യങ്ങൾ ചെയ്യാം. ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാവുന്ന 5 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതണം. നമുക്കിപ്പോൾ അതിൻ്റെ പ്രയോജനം കിട്ടിയില്ലെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണം ഈ ഇൻഡിസിപ്ലിൻ അല്ലേ. ആരോഗ്യ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഇൻഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കൊരു നല്ല കരിയർ ലഭിക്കാത്തത്, ജീവിതത്തിലെ കടബാധ്യതകൾ, റിലേഷൻഷിപ്പ് പ്രോബ്ലം, ഇതെല്ലാത്തിൻ്റെ അടിസ്ഥാനം ഇൻഡിസിപ്ലിൻ തന്നെയാണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ നമുക്ക് എപ്പോഴും ബെസ്റ്റ് റിട്ടേൺസ് തരുന്നത്. അതുകൊണ്ട് ഡിസിപ്ലിനെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ കരുതണം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ എൻവയോൺമെൻ്റ് ഇല്ലേ, ഈ എൻവയോൺമെൻറ്റ് പലപ്പോഴും ഇൻഡിസിപ്ലിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ മൊബൈൽ നമ്മൾ കട്ടിലിൽ വെക്കുന്നൊരു ശീലമാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ആക്ടിവിറ്റി മൊബൈൽ തന്നെ ആയിരിക്കുമല്ലോ. മൊബൈൽ ഞാൻ ബെഡിൽ വെക്കുന്നില്ല, അതിന് പകരം ഞാൻ അലാം വെച്ചിട്ടുണ്ട്. ഈ അലാമും നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തിലാണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മൾ വീണ്ടും കിടന്നുറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കയ്യെത്താത്ത സ്ഥലത്ത് വെക്കുക. പലപ്പോഴും നമ്മുടെ എൻവയോൺമെൻറ്റ് ഇങ്ങനെ ഇൻഡിസിപ്ലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ 2 സുഹൃത്തുക്കൾ വന്നു. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഈ ബെഡ് വാങ്ങിയ സമയമായിരുന്നു. അത്രയും നാൾ പായലായിരുന്നു ഉറക്കം. അപ്പോൾ ബെഡ് വാങ്ങിയപ്പോൾ കട്ടിലേൽ ഈ ബെഡ് വിരിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, ഇതൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഇതുകൊണ്ട് വലിയൊരു പ്രശ്നമുണ്ട്. മറ്റേത് നമുക്ക് ഉറങ്ങാനും ഉണരാനും ഒക്കെ കൃത്യസമയം ഉണ്ടായിരുന്നു, ഇനി അത് ഉണ്ടാകണമെന്നില്ല. ഇങ്ങനൊരു സംവിധാനം എപ്പോഴും നമ്മളെ ഉറക്കത്തിനായി മാടി വിളിച്ചുകൊണ്ടിരിക്കും. എന്തായാലും അത് വളരെ ശരിയാണെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടു. ആരോഗ്യവും നമ്മുടെ ഭക്ഷണവുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിൽ അത്തരം ഭക്ഷണങ്ങൾ വളരെ എളുപ്പത്തിൽ എടുക്കാവുന്ന തരത്തിലുണ്ടെങ്കിൽ നമ്മൾ അതെടുത്ത് കഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കാണുമ്പോൾ നമുക്ക് കൊതിയാവും, നമ്മളെടുത്ത് കഴിക്കും. നമ്മുടെ അമിഗ്ഡല പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്, ഇത് കഴിച്ചാൽ അങ്ങനെ വരും, ഇതിന് പകരം വേറെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. പല കാര്യങ്ങളോടും നോ പറഞ്ഞ് ആരോഗ്യം നിലനിർത്താനുള്ള ഒരു ശക്തി നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന് ഇല്ല. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ് വളരെയധികം ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് റിലേഷൻഷിപ്സ്, കണക്ഷൻസ്. പല ആളുകളും നമ്മുടെ ഇൻഡിസിപ്ലിന് ഒരു കാരണമായിട്ട് മാറാറുണ്ട്. അവിടെ നമ്മൾ എന്ത് വേണ്ടി വരും? നമ്മൾ കണക്റ്റഡ് ആകുന്ന ആളുകളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ചില ആളുകൾ കണ്ടിട്ടില്ലേ, ഒരുപാട് ന്യൂയിസൻസ് വാല്യൂ ഉള്ളവരാണ്. നമ്മളെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇനി നമ്മൾ അവരുടെ കൂടെ ഒരു പരിപാടിക്ക് പോയി എന്ന് വിചാരിക്കുക, ഒരു സെഷൻ നടക്കുകയാണ്, അവരേത് നേരവും നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് പോകാൻ അവർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് വരെ അവർ നടത്തും. ഇങ്ങനെ പല തരത്തിൽ നമ്മളെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. ഡിസിപ്ലിനൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കും. നമുക്ക് തീർച്ചയായിട്ടും ഇൻഡിസിപ്ലിന് കാരണമാകുന്ന കാര്യങ്ങളോട് നോ പറയാം. അവിടെയെല്ലാം നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് തീരുമാനം എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഇത് തീരുമാനം എടുത്തെടുത്ത് ടയേർഡാകാൻ ഇടയാകരുത്. നമ്മൾ ബുദ്ധിപരമായിട്ടൊരു കാര്യം ചെയ്താൽ മതി. ഇതുപോലെയുള്ള ആളുകളുടെ കൂടെ ഒരുപാട് സഹവസിക്കാതിരിക്കുക, അതല്ലേ നമുക്ക് ബുദ്ധിപരമായിട്ട് ചെയ്യാവുന്ന കാര്യം. നമ്മുടെ ഒരു ടോട്ടൽ ഡിസിപ്ലിന് സഹായിക്കുന്ന ആളുകളുമായിട്ടുള്ള സഹവാസം കൂട്ടുക. അപ്പം നമ്മളെ ഏതൊക്കെ തരത്തിലുള്ള ആളുകളുമായിട്ടാണ് ഇടപഴകുന്നതെന്ന് കൃത്യമായിട്ട് ഒരു അസസ്മെൻറ്റ് നമുക്കുണ്ടാവണം. നാലാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക. ഇതൊക്കെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ചോയ്സസ് ഉണ്ടെങ്കിൽ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ചോയ്സസ് ലിമിറ്റഡ് ആക്കുക. ഈ ചോയ്സസും ഡിസ്ട്രാക്ഷൻസിൽ പെടും. നമ്മുടെ ശ്രദ്ധ ഇതിലേക്ക് പോയി ശരിയായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ എങ്ങനെയാണ് ഈ ചോയ്സസ് ലിമിറ്റ് ചെയ്യേണ്ടത്? ഒരു ഡ്രസ്സ് വാങ്ങാൻ പോകുന്നു, നമ്മുടെ ചോയ്സ് ലിമിറ്റ് ചെയ്യാനായിട്ട് ആദ്യം സഹായിക്കുന്നത് നമ്മുടെ ബജറ്റാണ്. എനിക്ക് എത്ര രൂപ വരെ ഇതിനു വേണ്ടി ചെലവഴിക്കാം, പിന്നെ ഡ്രസ്സിൻ്റെ കളർ എന്തായിരിക്കണം, ഏത് കടയിൽ പോകണം,
സ്റ്റഫ് എങ്ങനെയായിരിക്കണം, ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് വെച്ചിട്ട് ചോയ്സിലൊരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. കടയിലേക്ക് കയറി ചെന്ന് അവിടുത്തെ ഡ്രസ്സെല്ലാം വാരി വലിച്ചിട്ടിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആകാറില്ലേ? നമുക്ക് കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാറില്ല. പഠനത്തിലായാലും കരിയറിലായാലും ഇനി ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിക്കുന്ന കാര്യത്തിലായാലും ഈ ചോയ്സസിന്റെ കാര്യത്തിൽ നിയന്ത്രണമില്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ചോയ്സസ് ലിമിറ്റ് ചെയ്യണം. എന്തിനിറങ്ങി പുറപ്പെടുമ്പോഴും എന്താണ് എനിക്ക് വേണ്ടത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഏതിനൊക്കെയാണ് ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത്, അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലൊരു നിയന്ത്രണം വരും. ചോയ്സസ് നമ്മൾ നിയന്ത്രിച്ച് അതിൽ നിന്ന് വേണ്ടത് എടുത്തു കഴിഞ്ഞാൽ അത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. ഇനി അഞ്ചാമത്തെ കാര്യം, ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, ചിന്തിക്കാൻ എല്ലാം സഹായിക്കുന്നത് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന പാർട്ടാണ് അമിഗ്ഡല. പ്രത്യേകിച്ചും ഇന്നത്തെ ചുറ്റുപാടിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തീരുമാനത്തിൽ നിന്ന് മാറിപ്പോകും. അതിനെ അതിജീവിക്കാൻ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ബ്ലെസ്സിങ് ആണ് കേട്ടോ ഈ സ്ട്രെയ്റ്റം എന്നുള്ളൊരു പാർട്ട്. ഹാബിറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സ്ട്രെയ്റ്റം. നമ്മളൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്ത് ഒരു റുട്ടീനായി ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അത് അറിയാതെ ചെയ്തു പോകും. അതുകൊണ്ട് ഡിസിപ്ലിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നതാണ് ഹാബിറ്റ്സ്. നല്ല നല്ല ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള പല മാർഗങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. ഹാബിറ്റ് ഫോം ചെയ്യാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ജെയിംസ് ക്ലിയർ എഴുതിയ അറ്റോമിക് ഹാബിറ്റ്സ്. ജീവിതത്തിന് ഗുണകരമായ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അത് ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻസ്. എനിക്ക് ലേണിംഗ് ഹാബിറ്റാക്കി മാറ്റണം. അപ്പോൾ ഞാൻ തീരുമാനിക്കുന്നു, ഇന്നു മുതൽ 1 മണിക്കൂർ ഞാൻ ലേണിങ്ങിന് വേണ്ടി മാറ്റിവെക്കാൻ പോവാണ്. 2 ദിവസം 1 മണിക്കൂർ മാറ്റിവെക്കും. 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം ആകുമ്പോൾ അത് നടക്കൂല. അങ്ങനെ പതുക്കെ പതുക്കെ ഇത് നമ്മുടെ മനസ്സിൽ നിന്നേ പോവും. പിന്നെ അടുത്ത ഡിസംബറിലോ മറ്റോ ആണ്, അടുത്ത വർഷം തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ അയ്യോ ഞാൻ ഇങ്ങനൊരു ഹാബിറ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ജെയിംസ് ക്ലിയർ ഇതിന് പറയുന്ന സൊല്യൂഷൻ വളരെ വളരെ ഇഫക്റ്റീവാണ്. നമ്മൾ ഡ്യൂറേഷനെ കുറിച്ച് ചിന്തിക്കണ്ട, വാശി പിടിക്കണ്ട. 1 മണിക്കൂർ ഞാൻ എല്ലാ ദിവസവും പഠിക്കും. ആ സമയം, ആ ഡ്യൂറേഷൻ എത്ര സമയം എന്നുള്ളത് സെക്കൻഡറി ആണ്. നിങ്ങൾക്ക് 10 മിനിറ്റേ ഉള്ളോ പഠിക്കാൻ, മതി. ആ 10 മിനിറ്റ് എല്ലാ ദിവസവും ഒരു റെഗുലർ ടൈമിൽ ഇങ്ങനെ പഠിച്ചു പോവുക. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ്, അതെങ്ങും പോകുന്നില്ല. അങ്ങനെ ഈ 10 മിനിറ്റ് ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് വരുമ്പോൾ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വന്നിരുന്ന ഒരു പ്രശ്നം അതാണ്. നമ്മളെപ്പോഴും ഈ ഡ്യൂറേഷൻ വെച്ചിട്ടാണല്ലോ 1 മണിക്കൂർ അതിനു വേണ്ടി മാറ്റിവെക്കും. അത് നടക്കാറില്ല പലപ്പോഴും. എസ്പെഷ്യലി ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ ടെക്നിക്ക് ഇത്ര സമയം എന്നുള്ളതല്ല, സമയത്തിൻ്റെ കാര്യം പ്രശ്നമല്ല, എല്ലാ ദിവസവും അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ പറ്റുമോ? അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്നോ, ഈ കാര്യം നമ്മൾ മറക്കാതെ നമ്മൾ ഓർത്തിരിക്കും. അപ്പോൾ ഇന്ന് 10 മിനിറ്റ് ആയിരിക്കാം, നാളെ എനിക്ക് 15 മിനിറ്റ് കിട്ടി, ഓക്കെ, കാര്യം മനസ്സിലുള്ളത് കൊണ്ട് നമ്മൾ അത് ചെയ്യുമല്ലോ. 10 മിനിറ്റ് ചിലപ്പോൾ 15 മിനിറ്റ് ആവും, ചിലപ്പോൾ അത് അരമണിക്കൂറാവും. അതിൻ്റെ ഒരു ഗുണം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഫീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ അത് നമ്മുടെ ഭാഗമായിട്ട് മാറും. നല്ലൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹം പറയുന്ന 4 കാര്യങ്ങളുണ്ട്, വളരെ ഇഫക്റ്റീവാണ്. ഒന്ന്, വിഷ്വൽ ക്യൂസ് എന്ന് പറയും. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകാൻ നമ്മൾ തീരുമാനിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാണത്തക്ക രീതിയിൽ നടക്കാൻ പോകാനുള്ള ആ ഡ്രസ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കുമല്ലേ ഇന്ന് നടക്കാൻ പോകണം. ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ അങ്ങനെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ശീലം, ഒരു ഫ്ലാസ്കും ഗ്ലാസ്സും ഒക്കെ നമ്മൾ കിടക്കുന്നതിൻ്റെ അരികിലായിട്ട് മേശപ്പുറത്തുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുമല്ലോ. അതിനെയാണ് വിഷ്വൽ ക്യൂസ് എന്ന് പറയുക. ഹാബിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് എത്രത്തോളം അട്രാക്റ്റീവ് ആണെന്നുള്ളത്. ഹാബിറ്റ് എങ്ങനെയാണ് അട്രാക്റ്റീവായിട്ട് മാറുന്നത്? ഈ ഹാബിറ്റ് ഞാൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ട്, അതെനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെടും. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ പെയിൻ, അതിനെക്കുറിച്ചായിരിക്കും കൂടുതൽ ചിന്തിക്കുന്നത്. പതുക്കെ പതുക്കെ ഹാബിറ്റിൽ നിന്ന് ഞാൻ മാറിപ്പോവും. പിന്നെ ഉള്ളത് എന്താണെന്നോ, മേക്ക് ഇറ്റ് ഈസി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഒരു കാര്യം ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരികയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുമല്ലോ. ഹാബിറ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വഴികൾ നോക്കുക. പിന്നെ അത് സാറ്റിസ്ഫൈങ് ആയിരിക്കണം. നമുക്കത് ചെയ്യുമ്പോൾ സന്തോഷം തോന്നണം, അതൊരു റിവാർഡിങ് ആയിട്ട് അനുഭവപ്പെടണം.
അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ഒരു ആവശ്യമായിരിക്കണം. വേറൊരാൾ ചെയ്യുന്നത് കണ്ടല്ല ഹാബിറ്റ് ഫോം ചെയ്യേണ്ടത്, നമുക്കത് ആവശ്യമായിരിക്കണം. നമ്മളത് ചെയ്യുമ്പോൾ ഈ ഒരു ഫീല് നമുക്ക് കിട്ടുകയും വേണം. ആർക്കോ വേണ്ടി കടത്ത് കഴിക്കുന്ന പോലെ ഹാബിറ്റ് ഫോം ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ചില വാട്സപ്പ് ഗ്രൂപ്പ്സിനെ കുറിച്ചൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ടീച്ചറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എങ്ങനെയാണ് ഒരു മെമ്പറാകാൻ പറ്റുക? ഞാനൊരു കോഴ്സ് നടത്തുന്നുണ്ട്, മൈൻഡ് പവർ ആൻഡ് ലൈഫ് സ്കിൽസ്. നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കാനും നമ്മുടെ ജീവിതത്തിലെ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്താനും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് വേണ്ട ലൈഫ് സ്കിൽസ് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സാണ്. ആ കോഴ്സിന് ചേരുന്നവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പറാകും. ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്ന ഗ്രൂപ്പുകളാണ്. കാരണം ഇമ്പ്രൂവ് ചെയ്യണം, ജീവിതം ശാന്തമായിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോകണം, നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുടെ ഗ്രൂപ്പാണ്. ഈ മാസത്തെ കോഴ്സ് നടത്താൻ പോകുന്നത് മെയ് 23 തൊട്ട് 30 വരെയാണ്. 8 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രാത്രി 8 തൊട്ട് 9 മണി വരെ ഗൂഗിൾ മീറ്റിലാണ് കോഴ്സ്. ഇനി ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ 9388605198 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ചെയ്യില്ലേ? കമൻറ്റ്, ലൈക്ക് ആൻഡ് ഷെയർ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്